I stream. ഞാൻ കാണിക്കാൻ പോകുന്നത് കുറുക്ക് കാളൻ. തൃശ്ശൂർ ശൈലിയിലുള്ള കുറുക്ക് കാളൻ. കാളന് ആദ്യം വേണ്ടത് കുരുമുളക് പൊടി, നല്ലൊരു സ്പൂൺ കുരുമുളക് പൊടി, 20 ഗ്രാമിൻ്റെ അടുത്തുള്ള കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം, കുതിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തൊണ്ടിൻ്റെ ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ വരും. അതിനെ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കാളൻ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അരിച്ച് കുരുമുളകിനെ അരിച്ചൊഴിക്കുക. പഴയ കാലത്ത് കാരണവന്മാർ പറയണ ഒരു കുടം തൈരിന് ഒരു കായാണ് കണക്ക് പറയണത്. അത് കാരണം കൊണ്ട് വളരെ കുറച്ചിന് ആവശ്യമുള്ളൂ. ചേനയും കായും കഷ്ണം അതാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുരുമുളക് പൊടിയുടെ വെള്ളത്തിലേക്ക് ഇടുക. ഒരു മഞ്ഞൾപ്പൊടി. ഈ വെള്ളം വറ്റി വന്ന് ശരിയായതിനു ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ച് അതിനെ കുറുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലോണം കുറുകി ഇതായി വരുമ്പം നമ്മൾ കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇടും. മാക്സിമം ഇത് കുറുകി വറ്റണം. കുരുമുളകിന് നല്ല വേവുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലിറ്റർ തൈര് നമ്മളതിലേക്ക് ഒഴിക്കുക. നല്ലോണം തിളയ്ക്കണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ തൈരും നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. തലേ ദിവസം നമ്മൾ കാച്ചി ഉറവൊഴിച്ചിട്ട് നല്ലോണം ഒരു പുളിപ്പായ തൈരാണ് കൂടുതൽ ഉത്തമം. ഇതും നല്ലോണം കുറുകി വെച്ചതിന് ശേഷമാണ് നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർക്കുന്നത്. അത് കാരണം കൊണ്ട് ഇത് കേട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിപ്പോൾ കഷ്ടിപ്പോൾ ഒരാഴ്ചക്കൊന്നും പുറത്ത് വെച്ചാലും കേട് വരില്ല. നാളികേരവും ജീരകവും പച്ചമുളകും കൂടിയിട്ട് എത്രത്തോളം നൈസായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരയ്ക്കണം. അതായത് വെണ്ണ പരുവത്തിൽ അരയ്ക്കണം എന്നാണ് പഴയ കാലത്ത് കാരണവന്മാർ പറയണത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ 1 ലിറ്റർ തൈരിന് ഒരു നാളികേരമാണ് കണക്ക്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് ഇതിനെ നമ്മൾ ഇളക്കി യോജിപ്പാക്കണം. എന്നിട്ട് നമ്മൾ ആ അരപ്പ് കാളനിലോട്ട് ചേർക്കണം. നാളികേരം നല്ലോണം ചേർത്ത് കഴിഞ്ഞാൽ തീ നല്ലോണം ഓഫ് ചെയ്യാം. തീൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ പുറമെ മുകളിൽ കൂടെ സ്വല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഉലുവ ഡ്രൈ ആയിട്ട് വറുത്ത് അതിൽ നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ. ഇത് വളരെ സ്വല്പം, വളരെ കുറച്ച് എണ്ണ വേണ്ടു. ഈ കടുക് വറുക്കാൻ പോവാണ്. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ കടുക് ഇടുക. വേപ്പില നല്ലോണം കടുക് വറുത്ത് ഭംഗിയായിട്ട് അതിന് മുകളിലേക്ക് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഒഴിക്കാം, വിരോധമില്ല. എന്നിട്ട് ചേർത്തിളക്കി കഴിഞ്ഞാൽ കാളൻ ഭംഗിയായിട്ടുള്ള കുറുക്കാളനായി. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരവ് ചേർക്കുന്നതാണ് പ്രത്യേകത. അരവ് നല്ലോണം വളരെ നൈസായി തൈര് നല്ലോണം കുറുകി, അത്യാവശ്യം ചെറു പുളിയോട് കൂടിയുള്ള തൈരായി കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിരിക്കും.